ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഒത്തിരി നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ഭയങ്കര പ്രത്യേകതയുണ്ട്. നമ്മൾ പോത്തങ്കോടുള്ള ഒരു പുതിയ ഹോസ്പിറ്റൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഫൈനലി അതാ വന്നിരിക്കുകയാണ് കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റല്. നമ്മുടെ ഗൈനക്കോമാസ്റ്റിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഓഫറോട് കൂടെ നമ്മള് പോത്തങ്കോട്, ട്രിവാൻഡ്രം പോത്തങ്കോടുള്ള ഒരു ഹോസ്പിറ്റലാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ സഹോദര സ്ഥാപനമാണ്, SS പോളിക്ലിനിക്കിന്റെ ഒരു അടുത്ത ശാഖയാണ് ഈ ഹോസ്പിറ്റൽ, കെയർ ഹോസ്പിറ്റൽ. ഞാൻ നമ്മുടെ മുന്നത്തെ ഓഫറുകൾ കൊടുക്കുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ടായിരുന്നു അവരുടെ പുതിയ ഹോസ്പിറ്റൽ പണിതുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോയി അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഞാൻ ഡോക്ടർ ഷമ്മി SS, കെയർ ഹോസ്പിറ്റൽ മൂലന്തര പോത്തങ്കോട് മാനേജിംഗ് ഡയറക്ടറാണ്. ഈ ഒരു ഹോസ്പിറ്റൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഈ ഞായറാഴ്ച മാർച്ച് 9, 2025 നമ്മൾ ഇനോഗ്രേഷൻ ചെയ്തു. ഈ ഒരു ഹോസ്പിറ്റൽ നമ്മൾ ഇവിടെ എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു പോത്തങ്കോടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ സിറ്റിയിലൊന്നും പോവാതെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവിധ ആധുനിക സർജറികളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. മെയിനായിട്ടും നമ്മുടെ അത്യാധുനിക സർജറികൾ ഗ്രാമങ്ങളിലേക്കൊന്നും അധികം എത്താറില്ല. അതിന്റെ ആ ഒരു ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിന്റെ മൂലന്തര പോത്തങ്കോട് ഉദ്ഘാടനം ചെയ്തത്. അഡ്വാൻസ്ഡ് കെയർ അഫോർഡബിൾ ടു ഓൾ, അതാണ് നമ്മുടെ മോട്ടോ. ഇവിടെ ചെയ്യുന്ന നമ്മുടെ കേസുകൾക്ക് ഈ ഉദ്ഘാടനം പ്രമാണിച്ച് മാർച്ച് 31 വരെ നമ്മൾ പാക്കേജ് റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല, ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ MDയും ഞാൻ ഇവിടുത്തെ മെയിൻ ജനറൽ സർജനുമാണ്. ജനറൽ സർജറി, ലാപ്രോസ്കോപ്പി, ലൈപ്പോസെക്ഷൻ, എല്ലാ ഡിപ്പാർട്ട്മെന്റും ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ കൺസൾട്ടേഷൻ ഫീ ഈ മാർച്ച് 31 വരെ സൗജന്യമായിരിക്കും. ഇനി ഞാൻ ഈ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ഫെസിലിറ്റീസിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. നമുക്കിവിടെ ഡയബറ്റോളജി ഒരു പ്രധാന ഡിപ്പാർട്ട്മെന്റാണ്. പല കാരണങ്ങൾ കൊണ്ട് കാലിലെ മുറിവ് വ്രണമായിട്ട് വന്നിട്ടുള്ള ഡയബറ്റിക് ഫുഡിന്റെ ട്രീറ്റ്മെന്റ് പല സ്ഥലങ്ങളിലായിട്ട് ആൾക്കാരിങ്ങനെ അതിന്റെ ട്രീറ്റ്മെന്റ് അന്വേഷിച്ച് നടന്ന് പലപ്പോഴായിട്ട് മുറിവ് ഉണങ്ങാതെ ഉള്ള ഒരുപാട് കേസുകളുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ആംപ്യൂട്ടേഷൻ, കാല് മുറിച്ചു കളയാനെന്ന് പറയുന്ന കേസ്, അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ട്. അവർക്ക് നമ്മൾ ഡയബറ്റിക് ഫുഡിന്റെ എല്ലാവിധ ട്രീറ്റ്മെന്റും, അത്യാധുനിക ട്രീറ്റ്മെന്റ് എല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ലേസർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡയബറ്റിക് ഫുഡ് ട്രീറ്റ്മെന്റ്, വാക് തെറാപ്പി, ഗ്രോത്ത് ഫാക്ടർ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഗ്രോത്ത് ഫാക്ടർ അപ്ലൈ ചെയ്ത ട്രീറ്റ്മെന്റ്, PRP ഇഞ്ചക്ഷൻ, അങ്ങനെ ഡയബറ്റിക് ഫുഡിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആധുനിക എല്ലാ മെത്തേഡുകളും നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ എന്തെങ്കിലും കാരണം കൊണ്ട് ഉണങ്ങാതെയുള്ള മുറിവുകളുള്ള പേഷ്യൻസ്, അത് എത്ര കാലപ്പഴക്കമുള്ള മുറിവായിരുന്നാലും നമുക്കത് ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക.
31 വരെ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിന്റെ പാക്കേജ് റേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഡയബറ്റോളജിസ്റ്റ് ഈ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പുള്ളിക്കാരുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ പ്രോട്ടോകോൾ എന്താണെന്നും ഡയബറ്റീസിന്റെ കൺട്രോള് ഡയബറ്റോളജിസ്റ്റ് തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. മറ്റു ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നമുക്ക് ENT ഉണ്ട്. അതായത് വളരെ അലർജിയൊക്കെ പ്രോബ്ലം കാരണം ഈ മൂക്കിന്റെ പാദത്തിന്റെ വളവ്, അതല്ലെന്നുണ്ടെങ്കിൽ ക്രോണിക് ആയിട്ട് റൈനൈറ്റിസ്, സൈനസൈറ്റിസ് അങ്ങനെയുള്ള പ്രോബ്ലത്തിനെല്ലാം കീഹോൾ ആയിട്ടുള്ള ഫെസ് സർജറി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കേൾവി ശക്തിയുടേതായിട്ടുള്ള കുറവ് വരുന്ന ചെവിയുടെ പഴുപ്പ് തോന്നി CSOM അങ്ങനെയുള്ള ട്രീറ്റ്മെന്റിന് നമ്മൾ ടിമ്പാനോപ്ലാസ്റ്റി ഇവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ENTയുടെ ആധുനിക സർജറികൾ നമ്മൾ ടോൺസിലെക്ടമി, അഡിനോയിഡക്ടമി, മൂക്കിന്റെ പാടത്തിന്റെ കറക്ഷൻ, പിന്നെ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു സർജറി, അതായത് മൂക്കിന്റെ ഷേപ്പ് വ്യത്യാസം കറക്റ്റ് ചെയ്യുന്ന റൈനോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് നമ്മളിവിടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൺസൾട്ടേഷൻ ടൈമും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നാലെ അറിയിക്കുന്നതാണ്. ലാപ്രോസ്കോപ്പി ഡിപ്പാർട്ട്മെന്റ് മെയിൻ ആയിട്ട് ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പി സർജറികളായിട്ടുള്ള അപ്പൻഡിസൈറ്റിസ്, പോളിസിസ്റ്റെക്ടമി, ഹെർണിയ സർജറി, വെരിക്കോസീല്, പിന്നെ എല്ലാവിധ സ്റ്റൊമക് പ്രോബ്ലം, അബ്ഡോമിനൽ പ്രോബ്ലം ആയിട്ടുള്ള കേസുകൾ വരുന്നത് ക്യാൻസർ സർജറി, ലാപ്രോസ്കോപ്പിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അബ്ഡോമിനൽ സർജറീസ്, പിന്നെ ഗർഭപാത്രം അങ്ങനെയുള്ള സംബന്ധമായ രോഗങ്ങൾക്ക് നമുക്കിവിടെ ഗൈനക്കോളജിസ്റ്റ് അവൈലബിൾ ആണ്. ഒരു ലേഡി ഡോക്ടറും ഉണ്ട്. പിന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മെയിൽ ഡോക്ടറും സൺഡേയിൽ സേവനം ഉണ്ട്. ഈ രണ്ടുപേരുടെയും നിർദ്ദേശപ്രകാരമുള്ള ട്രീറ്റ്മെന്റ് അത് കീഹോൾ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സഹായത്തോടെ എന്റെയും ഹെൽപ്പിൽ നമ്മളിവിടെ എല്ലാവിധ സർജറികളും ഗൈനക്കിൻ്റെത് കീഹോൾ ആയിട്ട് ചെയ്യുന്നു. അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് റീപ്ലേസ്മെന്റ് സർജറിയാണ്. നമ്മൾ ട്രോമ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. റീപ്ലേസ്മെന്റ് സർജറികളെല്ലാം നമ്മൾ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് തുടങ്ങിയ എല്ലാവിധ സർജറികളും, പിന്നെ കീഹോൾ ആയിട്ട് ചെയ്യുന്ന ആർത്രോസ്കോപ്പി സർജറികളും നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് യൂറോളജിയാണ്. യൂറോളജി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോണിന്റെ പ്രോബ്ലം, പ്രോസ്റ്റേറ്റിന്റെ പ്രോബ്ലം ആയിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾക്ക് പോകാറുണ്ട്. ഇവിടെ നമുക്ക് ലേസർ ലിത്തോട്രിപ്സി, RIRS തുടങ്ങിയ ആധുനിക ചികിത്സാ രീതികൾ ലഭ്യമാണ്. പ്രോസ്റ്റേറ്റ് റിമൂവൽ, നമ്മൾ TORP, ലേസർ പ്രോസ്റ്റേറ്റിക്ടമി തുടങ്ങിയ ചികിത്സാ രീതികളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്കുള്ളത് സർജിക്കൽ ഗാസ്ട്രോ, മെഡിക്കൽ ഗാസ്ട്രോ, കൊളോണോസ്കോപ്പി, എൻഡോസ്കോപ്പി തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മെഡിക്കൽ ഗാസ്ട്രോ ഡോക്ടർ ഉണ്ട്. പിന്നെ ഞാൻ സർജൻ ആയിട്ട് ഞാനും ഇത് മെഡിക്കൽ കൊളോണോസ്കോപ്പി, എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട്. അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സും അതിന്റെ ഇന്റർവെൻഷൻ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്ത് എന്ത് ബയോപ്സി, പോളിപ്പ് റിമൂവൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ മെഡിക്കൽ ഗാസ്ട്രോയിൽ ഞാനിവിടെ ചേർന്ന് ചെയ്യുന്നുണ്ട്. സർജിക്കൽ ഗാസ്ട്രോ ഡിപ്പാർട്ട്മെന്റിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വിസിറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സർജറീസ് നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ്. പിന്നെ സർജിക്കൽ ഓങ്കോ, അതായത് മാലിഗ്നൻസി, നമ്മളിപ്പോൾ ഒരു ക്യാൻസർ പ്രോബ്ലം ഒരു ഇഷ്യൂ ആണ്. നമ്മൾ പല ക്യാൻസറിനും നമ്മൾ ഇപ്പോഴും സർജറി തന്നെ മെയിൻ സ്റ്റേ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. പ്രത്യേകിച്ച് ബ്രസ്റ്റ്, വൻകുടലിൽ വരുന്ന ക്യാൻസർ, അതിന് ഈ ഇത്രയും ഒക്കെ ടെക്നോളജി ഡെവലപ്പ് ആയിട്ട് നമുക്ക് കൂടുതലും ഏർലി സ്റ്റേജിൽ നമുക്ക് സർജറി നല്ല റിസൾട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സർജിക്കൽ ഓങ്കോളജിസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ബ്രസ്റ്റിന് വേണ്ടി മാത്രം നമ്മൾ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ബ്രസ്റ്റിന്റെ സാധാരണ രീതിയിൽ കാണുന്ന ഫൈബ്രോയിഡ്, ഫൈബ്രോസിസ്റ്റിക് ഡിസീസ്, ബ്രസ്റ്റ് ഡിസ്ചാർജ് അങ്ങനെയുള്ള സർജറികൾ കൂടാതെ നമുക്ക് ബ്രസ്റ്റിന് വേണ്ടി ഇംപ്ലാന്റേഷൻ, ബ്രസ്റ്റിന്റെ ഇംപ്ലാന്റ്സ് വെക്കുന്ന ട്രീറ്റ്മെന്റ്, ബ്രസ്റ്റ് റിഡക്ഷൻ, റീഷേപ്പിംഗ്, ബ്രസ്റ്റ് ലിഫ്റ്റ്, മാസ്റ്റോപെക്സി തുടങ്ങിയ എല്ലാവിധ ട്രീറ്റ്മെന്റും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ
കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള തെറാപ്പി. നമുക്ക് റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി നമ്മളില്ല, അത് അതിന്റെ സർജറി പാർട്ടായിട്ടുള്ള നമ്മളിവിടെ ചെയ്യുന്നു. ബാക്കി നമ്മൾ മറ്റ് ഹോസ്പിറ്റലുകളിൽ റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംയോജിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ്, ഫോളോ ട്രീറ്റ്മെന്റ് നമ്മൾ ഏർപ്പാടാക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഉള്ള ഡിപ്പാർട്ട്മെന്റ് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്, സ്കിന്നിന്റെ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ആവശ്യമായിട്ട് എല്ലാ ദിവസവും സ്കിന്നിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മാത്രമല്ല കോസ്മെറ്റിക് ഡെർമറ്റോളജി എന്നുള്ള പ്രത്യേക വിഭാഗം, നമുക്ക് സ്കിന്നിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ്, സ്കിൻ റീജനറേഷൻ, സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെന്റ്, ERP ഇഞ്ചക്ഷൻ തുടങ്ങിയ ആധുനിക ബോട്ടോക്സ് ഇഞ്ചക്ഷൻ അങ്ങനെ തുടങ്ങിയ ആധുനിക ചികിത്സാ രീതികൾ നമ്മളിവിടെ അവൈലബിൾ ആക്കി. മാത്രമല്ല ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം റെഡിയാണ്. പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അവൈലബിൾ ആണ്. കോസ്മെറ്റിക് സർജറി, ബോഡി റീഷേപ്പിംഗ് അങ്ങനെയുള്ള സർജറികൾ, ടമ്മി ടക്ക്, ഗൈനക്കോമാസ്റ്റിയ തുടങ്ങിയത് പ്ലാസ്റ്റിക് സർജൻ വന്ന് ചെയ്യുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ് നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ചില നെർവ് ഇഞ്ചുറീസ്, ടെൻഡൻ ഇഞ്ചുറീസ്, അത് നമ്മൾ ബോഡിയിലെ വൈകല്യങ്ങൾ കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സർജറികളും എല്ലാം നമ്മൾ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഡയബറ്റിക് ഫുഡിന് എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള കേസുകളിൽ നമുക്ക് ഫ്രീ ഫ്ലാപ്പോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് സർജന്റെ സേവനം നമുക്ക് ലഭ്യമാക്കാം. പിന്നെ ഡയാലിസിസ് ചെയ്യാനായിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് AV ഫിസ്റ്റുല ക്രിയേഷന് വേണ്ടി നമ്മളൊരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് നമ്മൾ ലോക്കൽ അനസ്തീഷ്യയിൽ നമുക്ക് അവർക്ക് മിതമായ റേറ്റിന്, കാരണം അവരൊരു അസുഖമായിട്ട് കിഡ്നിയുടെ പ്രോബ്ലം ആയിട്ട് പോകുന്ന അവർക്ക് അധികം ഫൈനാൻഷ്യൽ ബർഡൻ ഇല്ലാതെ നമുക്ക് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേക പരിശീലനം ലഭിച്ച ഡോക്ടർ നമുക്ക് വിസിറ്റ് ആയിട്ട് വന്നിട്ട് അത് ചെയ്യും. പിന്നെ ബോഡി റീഷേപ്പിങ്ങിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു. അതിൽ നമുക്ക് പ്രധാനമായിട്ട് ടമ്മി ടക്ക്, അബ്ഡമിനൽ ഫാറ്റ് ലൈപ്പോസെക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ പ്ലാസ്റ്റിക് സർജറി ഞാനും ആ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള ട്രീറ്റ്മെന്റ്, അതിന് നമ്മൾ ഒബീസിറ്റി ട്രീറ്റ്മെന്റ് നമ്മൾ നമ്മുടെ ഫിസിഷ്യന്റെ അഡ്വൈസും ഒരു ഡയറ്റീഷ്യന്റെ അഡ്വൈസും വെച്ചിട്ട് നമുക്ക് സർജറി ഇല്ലാതെ നമ്മൾ നോക്കുന്ന കേസുകളുണ്ട്. അതല്ലാതെ സർജറി ആവശ്യം ഓവർ വെയിറ്റ് ആയിട്ടുള്ള മോർബിഡ് ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഡയറ്റിലൂടെയും അതിന്റെ സർജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നോൺ സർജിക്കൽ മെത്തേഡിലുള്ള ട്രീറ്റ്മെന്റും ഇവിടെ നമ്മൾ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ബേരിയാട്രിക് സർജറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എൻഡോസ്കോപ്പി വെച്ചിട്ട് ബലൂൺ ട്രീറ്റ്മെന്റ് വഴി ബലൂൺ പ്ലേസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് മെഡിക്കൽ ഗാസ്ട്രോ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ കീഹോൾ തൈറോയ്ഡ് സർജറി, സാധാരണ തൈറോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ കഴുത്തിലൊരു മുറിവ് ഉണ്ടാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പകരം അത് കീഹോൾ ആയിട്ട് ചെയ്യുന്ന കീഹോൾ തൈറോയ്ഡ് സർജറി സെന്റർ ആണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ. ഈ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതിലെല്ലാത്തിനും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം, നമ്മൾ ഓപ്പൺ സർജറി മെത്തേഡുകൾ, കൂടുതൽ ഹോസ്പിറ്റൽ സ്റ്റേ ആവശ്യമുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡിനേക്കാളും ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് സർജറി ചെയ്ത് ആധുനിക മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടുള്ള സർജറികൾ ചെയ്ത് പേഷ്യന്റ് എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടിലേക്ക് വരിക. ഡേ കേസ് സർജറി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ സർജറി ചെയ്ത് വീട്ടിൽ പോകുന്ന രീതിയിലുള്ള ഡേ കേസ് സർജറി. മാക്സിമം 23 അവേഴ്സ് ഹോസ്പിറ്റൽ സ്റ്റേ, അതാണ് നമ്മൾ ഡേ കേസ് സർജറി എന്ന് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ കീഹോൾ സർജറീസും നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ ലഞ്ച് ടൈം പ്രൊസീജിയർ ആയിട്ടുള്ള രീതിയിലും വന്നിട്ട് അന്ന് തന്നെ പോകുന്ന രീതിയിലുള്ള കേസുകളും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇതിന് ഏതെങ്കിലും ഒരു പേഷ്യന്റിന് നമുക്ക് ഓപ്പൺ സർജറിയുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യില്ല എന്ന് പറയില്ല. ആ സർജറീസും നമുക്ക് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അല്ലെങ്കിൽ കീഹോളായിട്ട് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അതിന് ഓപ്പൺ സർജറിയിലൂടെ ചെയ്യാനുള്ള രീതിയും നമുക്ക് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഉണ്ട്. പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും അഡ്വാൻസ്ഡ് കെയർ അഫോർഡബിൾ ടു ആൾ, അതാണ് നമ്മുടെ മോട്ടോ. ഏത് സർജറിയും നമ്മൾ പാക്കേജ് റേറ്റിന് ആദ്യമേ തന്നെ നമ്മൾ പാക്കേജ് റേറ്റ് പറയും. ആ റേറ്റിനകത്ത് പേഷ്യന്റിന്റെ എത്ര ദിവസം സ്റ്റേ ആണോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് ഉൾപ്പെടെയുള്ള റേറ്റാണ് നമ്മൾ പറയുന്നത്. ഈ മാർച്ച് 31 വരെ നമ്മൾ ഈ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പാക്കേജ് റേറ്റിൽ 25% കുറവ് നമ്മളിപ്പോൾ ചെയ്യുന്നത് മാർച്ച് 31 വരെ. പിന്നെ വെക്കേഷൻ ടൈമാണ്, എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ ചെയ്യാനായിട്ടുള്ള പേഷ്യന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാർച്ച് 31 രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏപ്രിൽ മാസത്തിൽ ഫുള്ളായിട്ട് ആ സർജറിയുടെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്.
പക്ഷേ മാർച്ച് 31 നമ്മളത് രജിസ്റ്റർ ചെയ്യണം. നമ്മളിവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ക്യാമ്പിൽ പങ്കെടുക്കണം. കൺസൾട്ടേഷൻ ടോട്ടലി ഫ്രീ ആണ്. എന്നെ കാണുന്ന കൺസൾട്ടേഷൻ, ബാക്കി ഡിപ്പാർട്ട്മെന്റ്സിന്റെ എല്ലാം ഞാൻ പറയുന്നത്, ഞാൻ ഈ ഹോസ്പിറ്റലിൽ MD ആയതുകൊണ്ടും ഞാനാണ് സർജറി ഡിപ്പാർട്ട്മെന്റും ബാക്കിയുള്ള ലേസർ സർജറി, ലൈപ്പോസെക്ഷൻ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായതുകൊണ്ട് എന്റെ കൺസൾട്ടേഷൻ ഫീ 31 വരെ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തുവിധ എൻക്വയറീസിനും എന്റെ കൺസൾട്ടേഷൻ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആഴ്ചയിൽ 3 ദിവസം രാവിലെ 8 മണി മുതൽ 2 മണി വരെ എന്റെ OP ഉണ്ട്. വൈകിട്ട് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് വരാനാണെന്നുണ്ടെങ്കിൽ 6 മണി തൊട്ട് 9 മണി വരെ ഞാൻ ഈ ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു കൺസൾട്ടേഷൻ ചെയ്തു വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാക്കേജ് റേറ്റിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഈ 31 വരെയുള്ള കേസുകളാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ അതില് നമുക്ക് ഡേറ്റ് കിട്ടാതെ OT ടൈം കിട്ടാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ April 30 നമുക്കത് ചെയ്യാനുള്ള ഇതേ റേറ്റ് തന്നെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ ഈ MD എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാവരെയും ഈ ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വരിക, ഇവിടുത്തെ ഫെസിലിറ്റീസും ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ സർജറി ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ വരിക. താങ്ക് യു.